2022 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിൽ വെച്ചാണ് വി.ഡി. സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി ആ ആരോപണം ഒരിക്കൽ കൂടി ഉയർത്തിയത്. വിനായക് ദാമോദർ സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നു. സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് പെൻഷൻ പറ്റിയിരുന്നു. ഇങ്ങനെ പോയി രാഹുലിന്റെ വാക്കുകൾ. പതിവ് പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി കേസുമായി സംഘപരിവാർ ചാടി വീണു. രാഹുൽ ഗാന്ധി പിന്മാറിയില്ല. ആ കേസ് ഇന്ന് സുപ്രീം കോടതിയിലെത്തി. പക്ഷേ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായത്. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുതെന്നാണ് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി പറഞ്ഞത്. സവർക്കറെ പ്രശംസിച്ച് രാഹുലിന്റെ മുത്തച്ഛി ഇന്ദിരാഗാന്ധി കത്തയച്ചത് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ എന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് എന്നാൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. RDX പരിശോധിക്കുന്നു, ശരിക്കും ആരായിരുന്നു സവർക്കർ? ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസ് പരിഗണിക്കവെയാണ് രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തിയത്. വി.ഡി. സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമായിരുന്നു വിവാദമായത്. രാഹുൽ ഗാന്ധിക്കെതിരെ ലക്നൗ കോടതിയിലുള്ള ക്രിമിനൽ മാനനഷ്ട നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ അത്തരം പരാമർശങ്ങൾ കോടതി അനുവദിക്കില്ലെന്നും ആവർത്തിച്ചാൽ സ്വമേധയാ നടപടിയെടുക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയായ സവർക്കറെ പ്രശംസിച്ച് ഒരു കത്തയച്ചത് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ എന്ന് അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയോട് ജസ്റ്റിസ് ദത്ത ചോദിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളോട് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത്, സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറുന്ന രീതി ഇതല്ലെന്നും ജസ്റ്റിസ് ദത്ത വിമർശിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വി.ഡി. സവർക്കറുടെ കാര്യത്തിൽ തുടർച്ചയായി രാഹുൽ ഗാന്ധി പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. വി.ഡി. സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി ഒരിക്കൽ പറഞ്ഞു. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സവർക്കർ പെൻഷൻ കൈപ്പറ്റിയിരുന്നു എന്ന പരിഹാസവും രാഹുൽ ഗാന്ധിയുടേതായി ഉണ്ടായി. സവർക്കർ എഴുതിയ മാപ്പപേക്ഷ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. 2022 നവംബർ 17 ഭാരത് ജോഡോ യാത്രയ്ക്കിടെയായിരുന്നു പരാമർശം. സംഘപരിവാർ അനുകൂലിയായ അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡെ രാഹുലിനെതിരെ പരാതി നൽകി. കേസിൽ ഹാജരാകണമെന്ന് കാണിച്ച് കഴിഞ്ഞ നവംബറിൽ ലക്നൗ സെഷൻസ് കോടതിയുടെ ഉത്തരവുണ്ടായി. പരാമർശങ്ങൾ രാഹുൽ പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വിദ്വേഷം പടർത്തിയ പരാമർശങ്ങളാണ് ഇത് എന്നാണ് കോടതി പറഞ്ഞത്. സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാത്ത രാഹുൽ ഗാന്ധിക്ക് ലക്നൗ കോടതി 200 രൂപ പിഴയിട്ടു. ലണ്ടനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലും സവർക്കറെ അപകീർത്തിപ്പെടുത്തി എന്നായിരുന്നു കേസ്. പരാതി നൽകിയത് സവർക്കറുടെ ബന്ധുവാണ്. ഈ കേസിൽ ജനുവരിയിൽ കോടതി ജാമ്യം കൊടുത്തു. ഇന്ന് കോടതി പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ പ്രസ്താവനകൾ നടത്താൻ അനുവദിക്കില്ല എന്നാണ്. ഇനിയും ആവർത്തിച്ചാൽ കേസെടുക്കുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. രാഹുലിന്റെ മുത്തച്ഛി സവർക്കറെ പ്രശംസിച്ച് കത്തയച്ചത് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ എന്നും കോടതി ചോദിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറുന്ന രീതി ഇതല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. ബ്രിട്ടീഷ് വിരുദ്ധനായ സവർക്കർ എങ്ങനെയായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കണം. സായുധ ആക്രമണങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാം എന്ന് വിശ്വസിച്ച തീവ്ര ദേശീയവാദിയായിരുന്നു വി.ഡി. സവർക്കർ എന്നുള്ളതൊരു വാസ്തവമാണ്. ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തി. നാസിക് കളക്ടറായിരുന്ന AMT ജാക്സനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് സവർക്കർ കടത്തിയതാണ്. കൊലപ്പെടുത്തിയത് അനന്ത് ലക്ഷ്മൺ കനാരെ എന്ന സവർക്കറുടെ ഉറ്റ അനുയായിയുമായിരുന്നു. അങ്ങനെ ജയിലിലാവുകയാണ് സവർക്കർ. 1910 ബ്രിട്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് വി.ഡി. സവർക്കറെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാഴ്സയിൽ തുറമുഖത്തിൽ നിന്ന് കടലിൽ ചാടി. പോലീസ് സവർക്കറെ വീണ്ടും പിടികൂടി ഇന്ത്യയിലെത്തിച്ചു. ഈ കേസിൽ സവർക്കർക്ക് 50 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. അന്ന് 28 വയസ്സ് മാത്രമാണ് സവർക്കർക്ക് പ്രായം. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കാണ് സവർക്കറെ നാട് കടത്തിയത്. സ്വത്തുക്കൾ ജപ്തി ചെയ്യുകയും ചെയ്തു. പിന്നീട് സവർക്കർ ദീർഘകാലത്തെ ജയിൽവാസത്തിനൊടുവിൽ അവിടെ നിന്ന് മാപ്പെഴുതി പുറത്തു വരുന്നതാണ് പിന്നീട് കാണുന്നത്. 1911 1913 1917 1920 5 മാപ്പപേക്ഷകളാണ് ബ്രിട്ടീഷ് സർക്കാരിന് എഴുതി നൽകിയത്. 1921 ബ്രിട്ടീഷ് സർക്കാർ സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ചു. രത്നഗിരി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. മോചിപ്പിച്ചാൽ ഇനി ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിച്ചു. മോചിതനാക്കാം, പക്ഷേ രത്നഗിരി വിട്ടുപോകരുതെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉപാധി. അതും സവർക്കർ അംഗീകരിച്ചു. ബോംബെ സർക്കാർ സവർക്കറെ വീട്ടുതടങ്കലിലാക്കി. 1937 സവർക്കറെ പൂർണ്ണമായി മോചിപ്പിച്ചു. തുടർന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലേക്ക് സവർക്കർ വരികയായിരുന്നു.
രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാട് സവർക്കർ സ്വീകരിച്ചു. 1929 മുതൽ 1937 വരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം 60 രൂപ ധനസഹായം കൈപ്പറ്റുകയും ചെയ്തു. ഇനി ഈ മാപ്പപേക്ഷയിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്, എന്താണ് മാപ്പപേക്ഷ എന്ന് ആവർത്തിച്ച് ആരോപിക്കപ്പെടുന്നത് എന്നത് നോക്കാം. 1913 നവംബർ 14 മാപ്പപേക്ഷയിൽ പറയുന്നത്, ഇന്ത്യയിലും വിദേശത്തുമുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ഭരണഘടനാ മാർഗത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരാമെന്ന് ബ്രിട്ടന് വാക്കുകൊടുക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അവരിഷ്ടപ്പെടുന്ന ഏതു നിലയ്ക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മാറ്റം പൂർണ്ണാർത്ഥത്തിലുള്ള ഒന്നായതിനാൽ ഭാവിയിലും അതങ്ങനെ തന്നെയായിരിക്കും. ബ്രിട്ടീഷ് രക്ഷാകർതൃത്വത്തിൻ്റെ വാതിലുകളിലേക്ക് അല്ലാതെ ഇവിടേക്ക് ധൂർത്തപുത്രൻ മടങ്ങും എന്നുകൂടി ബ്രിട്ടനോട് അപേക്ഷിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1914 ഒക്ടോബറിലെ മാപ്പപേക്ഷ പരിശോധിച്ചാൽ ശക്തിയുള്ളവർക്ക് മാത്രമേ പൊറുക്കാനും മറക്കാനും കഴിയുകയുള്ളൂ. എന്നെ വിമോചിപ്പിക്കുക വഴി അത് സർക്കാരിന് തെളിയിക്കാനാകും എന്ന് സർക്കാരിനോട് ഉപദേശിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1917 ഒക്ടോബർ 5 എഴുതിയ മാപ്പപേക്ഷയിൽ, ഞാൻ അറിയുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് തരിമ്പും ശത്രുതയില്ല. കൂട്ടത്തിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും വി.ഡി. സവർക്കർ പറയുന്നു. 1920 മാർച്ച് 20 സമർപ്പിച്ച മാപ്പപേക്ഷയിൽ ബാരിൻ ഘോഷിനും ഹേംചന്ദ്ര ദാസിനും നൽകിയ അതേ മാപ്പ് എന്നിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ദയവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിശ്ചിതവും യുക്തവുമായ ഒരു കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്ന് ഉറപ്പുകൂടി വി.ഡി. സവർക്കർ കൊടുക്കുന്നുണ്ട്. 1921 ഓഗസ്റ്റ് 19 അയച്ച മാപ്പപേക്ഷയിൽ, ഒരുതരം രാഷ്ട്രീയത്തിലും താൻ പങ്കാളിയാവുകയില്ല, ഒരു പങ്കാളിത്തവും ഇനിമേൽ താൻ വഹിക്കുകയില്ല, ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് അനുശാസിക്കുന്ന ഏത് യുക്തിസഹമായ നിബന്ധനയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 1924 ജനുവരി 6 മോചിതനായപ്പോൾ എനിക്ക് മെച്ചപ്പെട്ട വിചാരണയും നീതിയുക്തമായ വിധിയും ലഭിക്കുകയുണ്ടായി എന്നാണ് സവർക്കർ പ്രതികരിച്ചത്. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അക്രമ മാർഗങ്ങളെ ഞാൻ ആത്മാർത്ഥമായി തള്ളിക്കളയുന്നു. എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കും. സർക്കാരിൻ്റെ എല്ലാ പദ്ധതിയും വിജയിപ്പിക്കാൻ ഭാവിയിലും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പറയുന്നത്. ഗാന്ധിവധവും സവർക്കറുമായുള്ള ബന്ധം പിന്നീട് വലിയ വിവാദമാകുന്നുണ്ട്. ഗാന്ധി വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണമുയരുന്നു. 1948 സവർക്കറെ ഗാന്ധിവധത്തിൽ പ്രതി ചേർത്തു. സവർക്കർ ഗോഡ്സെയെ വിജയിച്ചു വരുമെന്ന് അനുഗ്രഹിച്ചെന്ന് മാപ്പുസാക്ഷിയുടെ മൊഴിയുണ്ടായിരുന്നു. നാഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനും സവർക്കറുടെ അനുയായിയുമായിരുന്നു. സവർക്കർക്കെതിരെ മൊഴി നൽകിയത് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഗ്ഡെയാണ്. മതിയായ തെളിവുകളില്ലാതിരുന്നതിനാൽ സവർക്കറെ കോടതി വിട്ടയക്കുകയും ചെയ്തു. സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയാണ് എന്ന് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രകീർത്തിച്ചിട്ടുണ്ട്. വീർ സവർക്കർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ധീരനായ പുത്രന്റെ ജന്മശതാബ്ദി ആഘോഷ പദ്ധതികൾ വിജയിക്കട്ടെ എന്ന പരാമർശം വീർ സവർക്കർ രാഷ്ട്രീയ സ്മാരകിന്റെ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ 1970 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സവർക്കറിന്റെ ഓർമ്മയ്ക്കായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുക കൂടി ചെയ്തു. ഇന്ദിരാ സവർക്കർ ട്രസ്റ്റിന് പണം നൽകുകയും ചെയ്തു. സവർക്കറെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടാക്കുകയും ചെയ്തു. ആ കാലത്ത് സവർക്കർ വീർ സവർക്കർ എന്ന പ്രയോഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. വീർ എന്ന വിശേഷണം 1926 പുറത്തു വന്ന ദ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകത്തിലാണുള്ളത്. സവർക്കറെ വാഴ്ത്തുന്ന ഈ പുസ്തകം എഴുതിയത് ചിത്രഗുപ്തൻ എന്ന അജ്ഞാതനാണ്. 6 പതിറ്റാണ്ടിന് ശേഷം 1987 ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. പുസ്തകം എഴുതിയ ചിത്രഗുപ്തൻ സവർക്കർ തന്നെയാണ് എന്ന് ആമുഖത്തിൽ പ്രസാധകർ പറയുന്നതുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് സവർക്കറെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ. സനീഷ്, ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് ഈ ഘട്ടത്തിൽ ഒന്ന് ഓർത്തെടുക്കേണ്ടി വരുന്നത്, സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ഒരു ദേശസ്നേഹിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച് അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് നമുക്ക് ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു പരാതിയായി സുപ്രീം കോടതിക്ക് മുന്നിൽ വന്നത് അദ്ദേഹം ഒരു മുസ്ലിം പള്ളി ആക്രമിച്ചെന്നും മുസ്ലിം ചെറുപ്പക്കാരെ ആക്രമിച്ചെന്നും ഒക്കെയുള്ള പരാമർശമാണ്. ആ പരാമർശങ്ങൾക്കെതിരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു കോടതിയിൽ പോയത്. അത് അദ്ദേഹം എഴുതിയത് തന്നെയാണ് എന്നുള്ള വാസ്തവം നിലനിൽക്കുന്നു. ആ ചരിത്രം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചതാണ്. അതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. രാഷ്ട്രീയമായ ആരോപണമായി തന്നെ അത് BJPക്കെതിരെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ചരിത്ര വസ്തുതകൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് പറയാതിരിക്കാൻ കഴിയുക എന്നുള്ള സംശയം. സവർക്കർ വലിയ തോതിൽ ഇങ്ങനെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. സവർക്കറെ പറ്റി പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. വലിയ തോതിൽ രാജ്യത്തെമ്പാടും ചർച്ച നടത്തുന്ന ഒരുപാട് കണ്ടന്റ് പുറത്തുള്ളതാണ്. അത് വിശദമായിട്ട് പറയേണ്ടതില്ല. പക്ഷേ കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഈ പറഞ്ഞത് ശരിയായ കാര്യമായില്ല എന്ന് തോന്നലാണ് എനിക്കുണ്ടായത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീർ സവർക്കർ എന്ന് അവർ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള ആളുകൾ വിളിക്കുന്ന വി.ഡി. സവർക്കർ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. കോടതി അത് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയ ധാരയുടെ പ്രധാനപ്പെട്ട നേതാവാണ് വി.ഡി. സവർക്കർ. ഇദ്ദേഹമാണെങ്കിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ധാരയുടെ ആളാണ്. വി.ഡി. സവർക്കർ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ
പ്രതിയായിരുന്നു. അങ്ങനെ കുറ്റാരോപണം നേരിട്ട ആളാണ്. ശിക്ഷയിൽ നിന്ന് മാറിപ്പോയെങ്കിലും കുറ്റാരോപണം നേരിട്ട ആളാണ്. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കൊണ്ടു നടക്കുന്ന കോൺഗ്രസിൻ്റെ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ വിമർശിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അങ്ങനെയാണ് ജനാധിപത്യം സംവിധാനം രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്നത്. അതായത് എൻ്റെ രാഷ്ട്രീയ പക്ഷത്തെ എതിർ നിൽക്കുന്ന ആളാണ് ഹർഷനെങ്കിൽ ഞാൻ ഹർഷനെ വിമർശിക്കും. അതിനകത്ത് യാതൊരു കാര്യമില്ല. ഹർഷൻ എത്ര പ്രധാനപ്പെട്ട നേതാവായിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾക്കിടയിലുണ്ടെങ്കിലും വിമർശിക്കാനുള്ള അധികാരമാണ്, അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി നെഹ്റുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? നെഹ്റുവിൻ്റെ കീഴിൽ നമ്മുടെ ഭരണഘടന കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. ഗാന്ധി കുടുംബം നെഹ്റുവിൻ്റെ പേര് ഉപയോഗിക്കുന്നത് ലജ്ജിക്കുന്നു. നെഹ്റു കാലത്തെ അബദ്ധങ്ങളുടെ വില ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ഹോണ്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ജനാധിപത്യം പിന്നോട്ട് പോയത് ഗാന്ധി കുടുംബത്തിൻ്റെ അധികാരത്തോടുള്ള ആസക്തി കൊണ്ടാണ്. അത് തുടങ്ങിയ നെഹ്റുവിൽ നിന്നാണ്. ഇങ്ങനെ നെഹ്റുവിനെ നരേന്ദ്രമോദി ഇഷ്ടം തവണ പോലെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിമർശിക്കും, ഇനിയും വിമർശിക്കും. അത് വേണ്ടതാണ്. കാരണം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ എതിർക്കാനുള്ള വിമർശിക്കാനുള്ള അധികാരം നരേന്ദ്രമോദിക്കുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ തുടരണമെന്നാണ് ഞാൻ പറയുക. പിന്നെ മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതാണ് ആ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണമെങ്കിൽ പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന കൊലപാതക കേസിൽ കുറ്റാരോപിതനായിരുന്നു. പക്ഷേ കോടതി കുറ്റവിമുക്തനാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിലെ പ്രതിയിലെ പിണറായി വിജയൻ എന്ന് വിമർശിക്കും. അത് വേണം, അതാണ് ജനാധിപത്യ സംവിധാനം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വിധത്തിൽ കോടതി എടുത്ത് ശരിയായ നിലപാടാണെന്ന അഭിപ്രായം എനിക്കില്ല. റൈറ്റ്, അതെനിക്കുമില്ല. 1910 മാർച്ച് 13 ബ്രിട്ടീഷ് സർക്കാർ സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നത്. ആ ദിവസം വരെ അദ്ദേഹം ശരിയെന്ന് വിശ്വസിച്ച ആക്രമണോത്സുകമായ വഴിയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളായിരുന്നു സവർക്കർ എന്നതിൽ RDXന് ഒരു സംശയവുമില്ല. 1911 ജൂലൈ 4 സവർക്കറെ 50 കൊല്ലം തടവിന് ശിക്ഷിച്ച് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റി. അവിടെ തുടങ്ങുന്നു സവർക്കറുടെ പരിണാമം. ജയിലിലായി തൊട്ടടുത്ത മാസം 1911 ഓഗസ്റ്റ് 30 ആദ്യത്തെ മാപ്പപേക്ഷ. രണ്ടാമത്തെ മാപ്പ് അപേക്ഷ 1913 നവംബർ 10. പിന്നെ 5-6 വട്ടം അങ്ങനെ മാപ്പപേക്ഷ കൊടുക്കുകയാണ്. ഒടുവിൽ ജയിൽ മോചിതനായ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തോടും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടുമെല്ലാം മുഖം തിരിഞ്ഞു നിന്നത് എന്നതും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കർത്താവും ഉപാസകനുമായി മാറി എന്നതുമൊക്കെ വസ്തുതയാണ്. അതിൽ മാത്രം ശ്രദ്ധാലുമായി. ഇതാണ് ചരിത്രം. RDX ഇടയ്ക്കിടെ ആവർത്തിക്കാറുള്ളതാണ്. ചരിത്രത്തിന് രക്തത്തേക്കാൾ കട്ടിയുണ്ട്. അത് തെളിവ് രേഖകൾ ബാക്കിയാക്കി മാത്രം കടന്നു പോകുന്നു. സത്യം മാത്രം സംസാരിക്കുന്നു. RDX ഇവിടെ അവസാനിക്കുന്നു.